ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാനസികമായി ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, വാൾവിന് അസുഖമുള്ളവർ, ഷുഗർ, പ്രഷർ, പ്രമേയം, ഇങ്ങനത്തെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി മക്കളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സഹോദരിക്ക് സ്വാലിഹത്തായ സന്താനങ്ങൾ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉള്ളവരുണ്ട്. റഹ്മാനായ റബ്ബ് അതെല്ലാം തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് നമ്മുടെ അഹ്ലുകാരുണ്ട്. നമ്മുടെ വീട്ടുകാർ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മളെ വല്യപ്പന്മാർ, വല്യമ്മമാർ, നമ്മളെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർ, നമ്മുടെ മഹല്ലത്തുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവിടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകുമാറാ. അവരുടെ ഖബറൊക്കെ വിശാലമാക്കി കൊടുക്കണം, എണ്ണത്താ ദൂരം വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗീയ വിരിപ്പും സ്വർഗീയ ഭക്ഷണങ്ങളും സ്വർഗീയ പാനീയങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ. ഒരുപാട് കച്ചവടമില്ലാതെ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളിലെ ഒരുപാട് ആളുകൾ കച്ചവടം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. അങ്ങനെ എണ്ണിയാൽ പറയാം, ഒരുപാട് പറയുകയാണെന്നുണ്ട്. മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഹബീബിൻ്റെ മേലിൽ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, അദ്കാറുകളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മജ്ലിസിലേക്കൊക്കെ സംഭാവന ചെയ്തവരുണ്ട്, സദഖ ചെയ്തവരുണ്ട്. അവിടെ ഓരോ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ വേണ്ടി, സ്ഥലം വിൽക്കാൻ വേണ്ടി, ഒരു സഹോദരൻ ഒരു സംഖ്യ മജ്ലിസിലേക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ രോഗങ്ങൾ മാറാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി കൊടുക്കട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കാണ്.
إلى حضرة روح نبينا ومصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق وخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل بلغ مثل ثواب ما كرهناه من القرآن العظيم وما صليناه وما هللناه وما مدحنا إلى حضرة روح نبينا وسيدنا وشفيعنا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى ثم إلى حضرة من ماتوا منا من أهلنا يا ذا الجلال والإكرام. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم يسر حسيرنا وسهل أمورنا واقض حوائجنا وادفع بلياتنا وحصل مرادنا واشف أمراضنا يا شافي الأمراض. اللهم بارك لنا في كل أمورنا لا سيما في أمرنا هذا وفي مجلسنا هذا يا رب العالمين. اللهم احفظ علينا من فيوضاتهم ومدنا بمددهم وحسمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بارك لنا فيما أعطيتنا وفيما رزقتنا وفيما أنعمتنا وفي كسبنا يا ذا الجلال والإكرام. اللهم اجعل توفيق رفيقنا وصراط المستقيم طريقنا وحصل مرادنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. اللهم حصل مرادنا مراد من نويناه ومراد ما اجتمعنا في هذا المجلس يا رب العالمين. اللهم اشف أمراضنا وأمراضهم يا شافي الأمراض. اللهم اجعل نعمتنا دائما ودولتنا قائما وعلومنا نافيا وأولادنا صالحا
ولا تسلط علينا ظالما يا رب العالمين. اللهم طهر قلوبنا من كل وسعائدنا عن مشاهدتك محبة وتوفيقنا على أهل السنة والجماعة والشوق إلى لقائك يا رب العالمين. اللهم وإلى حضرة أصحاب البدرين وهديين وحندق وحنين وتبوك صاحب الصحابة كلهم أجمعين. أرحم الراحمين يا രാജാതിരാജനാ യാ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സലാത്തുകൾ അദ്കാറുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ മഹ്വ് കൊണ്ട് ഫള് കൊണ്ട് റബ്ബേ, മഹ്റൂറും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റബ്ബേ, മഹ്റൂറും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പുണ്യ മദീനയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, രാജാതിരാജനായ അല്ലാഹ്, ഹബീബിനെ സ്നേഹിക്കുന്ന സാലിഹീങ്ങളായ ആള് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും ഹുബ്ബ് വെക്കുവാനും തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് റൗളാ ഷരീഫിലെന്ന് ചെന്ന് ആ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒന്ന് നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ കൊണ്ട് ബദർ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയതായിരിക്കുന്ന സ്വലാത്തുകൾ ദിക്റുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിൻ്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. അവിടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുടെ രോഗങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, ക്യാൻസർ പോലത്തെ രോഗങ്ങളെ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹ്യൂമർ പോലത്തെ രോഗങ്ങൾ, അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, പ്രമേയം പോലത്തുള്ള രോഗങ്ങളൊന്നും തന്ന് റബ്ബേ, മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും ഞങ്ങളൊന്ന് പരീക്ഷിക്കരുത് അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. മരുന്നില്ലാത്ത രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലുള്ള രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ തന്ന് സഹായിച്ചവരും സഹായിക്കുന്നവരുമുണ്ട്. റഹ്മാനായ റബ്ബേ, സമ്പത്ത് കൊണ്ട് സഹായിക്കുന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവിടെ ജോലിയിൽ ഖൈറും ബർക്കത്തും നീ കൊടുക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ നീ ഖൈറും ബർക്കത്തും നീ ചൊരിയണേ അല്ലാഹ്.
ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ അവർ അധ്വാനിച്ച കൂലി അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുവാനുള്ള തൗഫീഖ് നീ കൊടുക്കുവാനുള്ള മനസ്സ് നീ നൽകണേ റഹ്മാനായ റബ്ബേ, മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും നാട്ടിലിട്ട് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവരാണ് അവരെ നീ ബുദ്ധിമുട്ടിപ്പിക്കരുത് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നത്. റഹ്മാനായ റബ്ബേ, പ്രവാസ ലോകത്ത് കഴിയുന്നത് അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ ജീവിതം പണയം വെച്ചുകൊണ്ടുള്ള അധ്വാനിക്കുന്നവരുണ്ട് ഉയരങ്ങളിൽ കയറി നിന്ന് അധ്വാനിക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, അവരൊക്കെ നീ കാവൽ നൽകണേ ബദരീങ്ങളുടെ കാവൽ നീ നൽകണേ ഹബീബിൻ്റെ കാവൽ നീ നൽകണേ ഞങ്ങൾ വിളിച്ച ഔലിയാക്കന്മാരുടെ കാവൽ നീ നൽകണേ അർഹമുറാഹിമീനായ തമ്പുരാനെ, വിവാഹപ്രായമെത്തിയ യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, അനുയോജ്യമായ ഇണകളെ നീ കൊടുക്കണേ വിദേശത്ത് പോകാൻ വേണ്ടി ജോലി ശരിയായവരും, ഇൻ്റർവ്യൂ എഴുതിയവരും, ഇൻ്റർവ്യൂ പാസ്സായവരും, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നവരും റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും ജോലി കിട്ടുവാനും വിദേശത്ത് പോകുവാനുമുള്ള തൗഫീഖ് നീ നൽകണേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, എല്ലാ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ ഷെഹറമ്മാടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിയെ തൊട്ട്, വൈബന്മാരുടെ വൈബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയയെ തൊട്ട്, നമ്മാമീങ്ങൾ നമീമത്തിനെ തൊട്ട്, ഫത്താനീങ്ങളുടെ ഫിത്നയെ തൊട്ട് നീ കാക്കണേ ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിയെ തൊട്ട്, വൈബന്മാരുടെ വൈബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയയെ തൊട്ട്, നമ്മാമീങ്ങൾ നമീമത്തിനെ തൊട്ട്, ഫത്താനീങ്ങളുടെ ഫിത്നയെ തൊട്ട് നീ കാക്കണേ ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണ്ണിയെ തൊട്ട്, വൈബന്മാരുടെ വൈബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയയെ തൊട്ട്, നമ്മാമീങ്ങൾ നമീമത്തിനെ തൊട്ട്, ഫത്താനികളുടെ ഫിത്നയെ തൊട്ട് നീ കാക്കണേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്ക് സാലിഹത്തായ മക്കളെ നീ നൽകണേ റഹ്മാനായ റബ്ബേ, ഉള്ള മക്കൾക്ക് നീ മക്കളുള്ളവർക്ക് സാലിഹത്തായ മക്കളാക്കി കൊടുക്കണേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അർഹമുർ റഹീമീനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ നീ ഞങ്ങൾക്ക് തന്ന നിധികളാണ് ഞങ്ങളുടെ മക്കൾ. റഹ്മാനായ റബ്ബേ, ആ പൊന്നുമക്കളെ, റഹ്മാനായ റബ്ബേ, ആ പൊന്നുമക്കളെ നല്ല നിലക്ക് മാതാപിതാക്കളനുസരിച്ച് മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കണേ ഞങ്ങളെ മക്കളെ നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യണേ ഞങ്ങളുടെ മക്കൾക്ക് നാഫിയായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണേ ഭൗതികപരമായ അറിവ് നീ നൽകണേ ബുദ്ധി കൂർമ്മത നീ നൽകണേ ഓർമ്മശക്തി നീ നൽകണേ റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾ സാലിഹത്തായ മക്കളാക്കണേ ഞങ്ങളുടെ മക്കൾ ആലിമീങ്ങളാക്കണേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളെ കൂട്ടത്തിൽ നീ ചേർക്കണേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനായ റബ്ബേ, വായക്കാട് പള്ളി ദർസിൽ ദർസ് നടത്തി കൊടുക്കുന്ന എൻ്റെ മകൻ പഠിക്കുന്ന ദർസാണ്. അവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ നാഫിയായ ഇൽമിനെ നീ പ്രദാനം ചെയ്യണേ അവിടെ പഠിപ്പിക്കുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ
വന്ദരായ വലിയുദ്ദീൻ ഫൈദി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന ആലിമീങ്ങളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഉസ്താദ്മാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ പെങ്ങന്മാരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ എൻ്റെ വലിയ പെങ്ങളുടെ മോള് 17 വയസ്സ് പ്രായമുള്ള മോള് മരണപ്പെട്ടു. റഹ്മാനായ റബ്ബേ 1 വർഷമാകാൻ പോവുകയാണ്. ഒരുപാട് മോഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ആ പൊന്നുമോൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അടർന്നുപോയത്. റഹ്മാനായ റബ്ബേ ആ പൊന്നുമോൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. നാളെ സ്വർഗീയ ലോകത്തിൽ അവരെ ഞങ്ങളെയും മൗലീകളെ കൂട്ടത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റഹ്മാനായ റബ്ബേ സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വിരുപ്പും സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും പൊന്നുമോൾക്ക് നീ നൽകണേ അല്ലാ. അർഹമുറാഹിമീനായ തമ്പുരാനെ ആ പൊന്നുമോളുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. നാളെ സ്വർഗീയ ലോകത്ത് അവലീങ്ങളെ കൂട്ടത്തിൽ അവരുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിച്ചവരും സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ മുത്ത് നബിയെ സ്വപ്നത്തിലൂടെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ മദീന മുനവ്വറയിൽ എത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ മരണം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലാ. മരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ മനുഷ്യൻ്റെയും മരണത്തിൻ്റെ രുചി മണത്ത് നോക്കിയിട്ടുണ്ട്, രുചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ കാലിനോട് എത്ര അടുത്താണോ നിൽക്കുന്നത് അത്രയും അടുത്താണ് മരണം നിലകൊള്ളുന്നത്. മരിക്കുന്ന സമയത്ത് അല്ലാഹ് കാമിലായ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പരിപൂർണ മുഅ്മിനായി മുസ്ലിമായി മരിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മരിക്കുന്ന സമയത്ത് മുത്തുനബിയെ കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അഹ്ലുകാർക്ക് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനേ ആ ഖബറിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് വാരി മീസാൻ കല്ലും കുത്തി ബന്ധുമിത്രാദികളൊക്കെ നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഖബറിൽ പിന്നെ വരുന്നത് മലക്കുകളാണ്. മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കരുത്ത് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഖബറിൽ അദാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഖബറിൽ സന്തോഷം നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ മാശറാ ലോകത്ത് ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അർശിൻ്റെ തണൽ നൽകുന്ന വിഭാഗങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ദാഹിച്ചു വലയുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കരങ്ങളാൽ മുക്കിക്കൊടുക്കുന്ന ഹൗളുൽ കൗസർ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നീ നൽകണേ അല്ലാഹ്. ഹിസാബുകൾ വലങ്കയിൽ നീ നൽകണേ അല്ലാഹ്. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ നീ കടത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. ദുആ വസിയത്തോടെ